മുന്നിൽ നിങ്ങൾ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് കടത്തി വരാം. അറിയാലോ, മേയർ ആയിരുന്നു, അറിയാലോ, നഗരപാലകമാണ്. മേയറിന്റെ ഭർത്താവ് MLA ആണ്, മേയറിന്റെ ഭർത്താവ് MLA ആണ്. അവർ അംഗമാലിയിലെ പ്രധാന നടു റോഡിൽ KSRTC ബസ് തടഞ്ഞിട്ടും തിരുവനന്തപുരം മേയറെ സംരക്ഷിച്ച് പോലീസ്. KSRTCക്കും പരാതിയില്ല. KSRTC ഓഫീസ് ഉപരോധിച്ച് പ്രതിപക്ഷ തൊഴിലാളി സംഘടന. നഗരസഭയ്ക്ക് മുന്നിലും പ്രതിഷേധം. ബസിനെ ചേസ് ചെയ്ത് റോങ് സൈഡിലൂടെ കയറി ബസിന്റെ മുന്നിൽ കാർ നിർത്തി ഇറങ്ങി വന്ന് ബലമായി ഡോർ തുറഞ്ഞ് അയാൾക്കെതിരെ ആക്രോശിക്കുകയും അയാളുടെ പിതാവ് ഉൾപ്പെടെ ഇത് നിന്റെ തന്തയുടെ വകയാണ് എന്ന് ചോദിക്കുമ്പോ അത് വിലക്കേണ്ട, അത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നത് മാതൃകാപരമല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നവർ അവർ തന്നെയാണ് ഇത്തരം നടപടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. പവർ കട്ട് വേണമെന്ന് KSEB. പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. മറുപടി നൽകാതെ വൈദ്യുതി മന്ത്രി. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. KSEB യോഗം മറ്റന്നാൾ. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പാർട്ടി സെക്രട്ടേറിയറ്റ് നിർദ്ദേശപ്രകാരം നിയമ നടപടിക്ക് EP ജയരാജൻ. ദല്ലാളിനെതിരെയും വക്കീൽ നോട്ടീസ് അയക്കും. ജയരാജന്റെ അനുവാദത്തോടെയാണ് ജാവദേക്കറെ കണ്ട വിവരം വെളിപ്പെടുത്തിയതെന്ന് നന്ദകുമാർ. EPയെ തൊട്ടാൽ എല്ലാം പുറത്തുവരുമെന്ന് മുഖ്യമന്ത്രിക്ക് ഭയമെന്ന് പ്രതിപക്ഷം. സെഞ്ചുറി അടിച്ചുമ്പോ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ? എന്തോ ഒരു മനസ്സമാധാനത്തിലാവും അയാൾ പോക്ക് പറയും. അപ്പോ ഇതിപ്പോ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ അടക്കം കാത്തുകൊണ്ട്. കണ്ണൂർ ചെറുകുന്നിൽ റോഡപകടത്തിൽ 5 പേർക്ക് ദാരുണാന്ത്യം. കാറും പാചകവാതക ലോറിയും കൂട്ടിയിടിച്ചു. മരിച്ചത് കാറിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശികളായ കുടുംബം. കടുത്ത ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സാധാരണയിൽ നിന്ന് 5 ഡിഗ്രി വരെ താപനില കൂടും. കള്ളക്കടൽ പ്രതിഭാസം വീണ്ടും ഉണ്ടാകാൻ സാധ്യത. ബീച്ചുകളിൽ ജാഗ്രതാ നിർദ്ദേശം. കർണാടകത്തിൽ ലൈംഗികാരോപണ കേസിൽ പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്ത് JDS. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പാർട്ടി. പ്രജ്വലിനെതിരായ സ്ത്രീപീഡന കേസും വീഡിയോകളും ആയുധമാക്കി കോൺഗ്രസ്. KSRTC ബസ് തടഞ്ഞിട്ട് ഡ്രൈവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തന്നെ ഡ്രൈവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്ത തിരുവനന്തപുരം മേയറെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം പോലീസ്. ഇതുവരെ മേയർക്കെതിരെ കേസെടുത്തിട്ടില്ല. അതേസമയം ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. മേയർക്കും സച്ചിൻ ദേവ് MLAക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ഡ്രൈവർ യദു കോടതിയെ സമീപിക്കുകയാണ്. എന്നാൽ ഡ്രൈവർ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ബസ് തടഞ്ഞതെന്ന് പോലീസ് നിലപാടെടുത്തിരിക്കുന്നു. മേയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് TDF KSRTC ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കും മാർച്ച് നടത്തുകയുണ്ടായി. നഗരസഭാ കവാടത്തിന് മുന്നിൽ ഓവർടേക്കിംഗ് നിരോധിത മേഖലയെന്ന ബോർഡും യൂത്ത് കോൺഗ്രസ് സ്ഥാപിക്കുകയുണ്ടായി. മേയറും MLAയും നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായി കേസെടുക്കണം. ഇത് അതിക്രമമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു പരാതി എഴുതിക്കെടുക്കുകയോ പരാതി ഫോണിൽ വിളിച്ചു പറയുകയോ ചെയ്താൽ നടപടി എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിരിക്കെ സാധാരണ കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്യുന്നത് പോലെ ബസിനെ ചേസ് ചെയ്ത് റോങ് സൈഡിലൂടെ കയറി ബസിന്റെ മുന്നിൽ കാർ നിർത്തി ഇറങ്ങി വന്ന് ബലമായി ഡോർ തുറഞ്ഞ് അയാൾക്കെതിരെ ആക്രോശിക്കുകയും അയാളുടെ പിതാവ് ഉൾപ്പെടെ ഇത് നിന്റെ തന്തയുടെ വകയാണ് എന്ന് ചോദിക്കുമ്പോ അത് വിലക്കേണ്ട,
അത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നത് മാതൃകാപരമല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നവർ അവർ തന്നെയാണ് ഇത്തരം നടപടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പൊ അവർക്കെതിരെ കേസെടുക്കാൻ ഒരു പരാതി, ഈ ഡ്രൈവർ പരാതി അന്ന് രാത്രി തന്നെ പരാതി നൽകിയിട്ട് ഇന്ന് വരെ ആ പരാതിയിൽ നടപടിയെടുക്കാതിരിക്കുന്ന പോലീസ്, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് AKG സെന്ററിൽ സ്റ്റാമ്പ് ഒട്ടിച്ചല്ല നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് എന്നാണ് ഞങ്ങൾക്ക് പോലീസുകാരോട് പറയാനുള്ളത്. എന്തെങ്കിലും നീതിബോധം പോലീസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി കേസെടുക്കണം. 2, യാത്രക്കാരെ വഴിയിലിറക്കി വിട്ട് ആ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് യാത്രക്കാരെ വഴിയിലിറക്കി വിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ എന്നാൽ കേസെടുക്കുവാൻ പോലീസ് മടിക്കുകയാണ്. അതോടൊപ്പം തന്നെ KSRTCക്കും ഇക്കാര്യത്തിൽ പരാതിയില്ല. KSRTC ഒരു ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിജിലൻസ് ആണ് ഇക്കാര്യം അന്വേഷിക്കുന്നതും. പ്രതിഷേധം കടുപ്പിക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ, അതേസമയം കേസെടുക്കാതെ പോലീസ്. വിശദമായ റിപ്പോർട്ട് കാണാം ഡാൻ കുര്യന്റെ. തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സസ്പെൻഷനിലായ KSRTC ഡ്രൈവർ യദുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. TDFന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് നഗരത്തിൽ മസ്കറ്റ് ഹോട്ടലിന് മുമ്പിൽ നിന്ന് കോർപ്പറേഷന്റെ നഗരസഭയുടെ പ്രധാന കവാടത്തിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. നഗരസഭയുടെ പ്രധാന കവാടത്തിന് മുമ്പിൽ ഓവർടേക്കിംഗ് നിരോധിത മേഖല മേയറുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഒരേ സമയം, അതായത് മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് യദു കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്നൊരു നിലപാടിലാണ് പോലീസ് നിലവിലുള്ളത്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഡ്രൈവറുടെ ഭാഗത്തു നിന്ന്, യദുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പെരുമാറ്റമാണ് ഉണ്ടായത്. അതിൽ രോഷാകുലരായാണ് മേയറും ഭർത്താവും വാഹനം ക്രോസ് ചെയ്ത് നിർത്തി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് മേയർക്കെതിരെ അതുമായി ബന്ധപ്പെട്ട കേസെടുക്കാനാവില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ യദുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയാണ് പ്രതിഷേധം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നതും. അടിയന്തരമായി യദുവിനെ സർവീസിലേക്ക് തിരികെ എടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് TDF ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മേയർക്കും ഭർത്താവിനുമെതിരായ ഈ ആരോപണത്തിൽ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പൊതുപ്രവർത്തകർക്ക് അപമാനമാണെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പാവപ്പെട്ട ഡ്രൈവറെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വാസ്തവത്തിൽ അത് വളരെ പൊതുപ്രവർത്തകരായ ആളുകൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ശരിയല്ല. അയാൾ എന്ത് തെറ്റാ ചെയ്ത്? നിങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കാണുമ്പോൾ അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ബോധ്യപ്പെടും. MLAയും മേയറും കുറെ കൂടി ഉയർന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവർക്കെതിരായി ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. തന്നെയല്ല, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകരെ പറ്റി അവമതിപ്പുണ്ടാക്കാനേ സഹായിക്കുള്ളൂ. ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. തന്നെയല്ല, ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. EP ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനം നടത്തി. EP-യും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങളാണ് ഇന്ന് ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുമാത്രമല്ല, ആര് പറഞ്ഞാലും EP-ക്ക് താനുമായുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെ കുറെ കാര്യങ്ങൾ ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറയുകയുണ്ടായി. ദല്ലാലിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം EP എന്നെയും
സുധാകരനെയും ശോഭയും പ്രതിയാക്കി പോലീസിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതിന് എഫ്ഐആർ വരും. അപ്പോൾ ശോഭ എനിക്കെതിരെ ഒരു എഫ്ഐആർ ഇട്ടുണ്ട് 509. ഞാൻ നോക്കിയെടുത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് 509 അവൈലബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. സബ്സെക്ഷൻ കൂടുതൽ കൂട്ടിച്ചേർക്കാണ്ടിരുന്നാൽ മതി എൻ്റെ കൂടെ. അതായത് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണ്, പക്ക തട്ടിപ്പാണ്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ ലളിത് ഹോട്ടലല്ല, അതാണ് ശോഭയുടെ തെറ്റ്. ITC മൗര്യയിലാണ് ശോഭ വന്നത്. ITC മൗര്യ വന്നിട്ട് PM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ഒരാളെന്നും പറഞ്ഞ് ഒരു ആള് എന്നെ സമീപിച്ചു ടേബിളിൽ. ഇങ്ങനെ കാണിച്ച ID എനിക്ക് സംശയം വന്നു. കാരണം PM ഒന്നൊരാളങ്ങനെ വരില്ല, നമ്മൾ ഡൽഹി കാണണമല്ല. അതിനിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ മൊബൈലിൽ പകർത്തണ്. ഇവർ എൻ്റെ കൂടെ EP അവിടെ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. അവിടെ വെച്ച് ശോഭയായിട്ട് തെറ്റി ടേബിളിൽ നിന്ന് എണീച്ചു പോയത്. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായിട്ടില്ല, ഒരു റോളും ഇല്ല. ഇപ്പം എന്താ പ്രശ്നം എന്നറിയാമോ? ആ EP പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് ബന്ധം ഏർപ്പെടുത്താൻ പറഞ്ഞ പേരിൽ അദ്ദേഹം മൊബൈൽ ബ്ലോക്ക് ചെയ്യാൻ പോണേണ്. അദ്ദേഹത്തിൻ്റെ 9447087633. ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് 25-ാം തീയതിയാണ്. അദ്ദേഹത്തെ വിളിച്ച ശേഷമാണ് അന്ന് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടത്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സുധാകരനും ശോഭയും പറയുന്നത് അസംബന്ധവും കളവുമാണ്, നമ്മുടെ സംഭവങ്ങൾ ഇന്നതാണ് നടന്നത്, പറഞ്ഞോട്ടെ പറയാൻ പറഞ്ഞു. അവിടെ ഞാൻ തെറ്റുകാരനല്ല, ഞാൻ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചത്. ഒരു മീറ്റിങ്ങിലും ശോഭ പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ 120B-യും ഏതെങ്കിലും IPC-യും കൂടി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്താൽ എന്നെ വിളിപ്പിക്കും, ഞാൻ അക്യൂസ്ഡ് ആവും. ശോഭ പ്രൂവ് ചെയ്യണം. ശോഭ രാമനിലയത്തിൽ സംഭവിച്ചത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. രാമനിലയത്തിൽ ഞാൻ ചെന്നു. രാമനിലയത്തിൽ ജാവദേക്കർ എന്നെ കാണാൻ വന്നു. രാമനിലയത്തിന്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ, റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ EP ഒരു മുറിയിലും ഓപ്പോസിറ്റ് മന്ത്രി രാധാകൃഷ്ണന്റെ മുറി തുറന്നു വെച്ചിരിക്കുന്നു. റൈറ്റ് സൈഡിൽ ഗോവിന്ദ മാഷ്, അതിന്റെ തൊട്ടടുത്ത റൂമിൽ ഞാനും ഇരുന്നു. ശോഭ അവിടെ കയറി ഏതോ റൂമിൽ കയറി പറ്റിയിട്ടാണ് ശ്രമിച്ചെങ്കിൽ ശോഭയ്ക്ക് ഈ സാധനം കയ്യിലുണ്ടോന്ന് ശ്രീനിവാസനും മോഹൻലാലും കൂടി ഒരു സംഭവം കൊണ്ട് അമേരിക്ക നടക്കുന്നോട്ട് ജാവദേക്കർ ഏത് റൂമാണെന്ന് കൊട്ടി വിളിക്കാൻ പറ്റൂലല്ലോ. ഞങ്ങൾ പോയിട്ട് ശോഭയ്ക്ക് പുറത്തിറക്കാൻ പറ്റിയില്ല, മനസ്സിലായ? ജാവദേക്കർ തലേ തുണിയിട്ട് വരൂല. പിന്നെ EP ജയരാജന് ഒരു മൂവ്മെന്റും അങ്ങനെ നടത്താൻ പറ്റില്ല. കാരണം കറ തീർന്ന കേഡർ കമ്മ്യൂണിസമുള്ള പോലീസുകാരെയാണ് കൂടിയിട്ടേക്കണം, മുഖ്യമന്ത്രിയുടെ അനിലെ പോലെ. അവർ പറഞ്ഞു കൊടുക്കും. അപ്പം തന്നെ അന്ന് 2 പേരുണ്ട് ഡ്യൂട്ടിക്ക്. അവർ EP ഇനി അവരെ മാറ്റി നിർത്തി വരാൻ വെച്ചാൽ അവർ മാറിയിരിക്കും. ഫ്ലാറ്റിൽ അവരെ ഭക്ഷണത്തിന് പറഞ്ഞു വിട്ട സമയമായതുകൊണ്ടാണ് ഞങ്ങൾ ചെന്നത് അറിയാഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം 1 മണിയായി. ഇവർ ലഞ്ച് കഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു, മനസ്സിലായ? അപ്പം അത്രയുമുള്ള ഒരാളെ എങ്ങനെ അവർ പറയും എന്നുള്ള എനിക്കറിയാം. ഞാൻ അച്യുതാനന്ദനോട് ഗോപി എന്താണെന്ന് നോക്കി പാർട്ടിയെ റിപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ കണ്ടോണ്ടിരുന്നതാണ്. ആ ബിൽഡിങ്ങും എയർപോർട്ടുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇത്തിരി റേഞ്ച് പ്രശ്നമുണ്ട്. എന്നെ രാജുവിനെ വിളിച്ചു. അപ്പോൾ രാജു പറഞ്ഞ അച്ഛൻ ഇവിടെ ഉണ്ട്, എൻ്റെ കുട്ടിയുടെ തലേ ദിവസവും രാജുവിനെ ഞാൻ വിളിച്ചിരുന്നു. അച്ഛൻ ഉണ്ടാവും അവിടെ എന്നറിയാൻ. കാരണം AK സെന്ററിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ പോകാൻ പറ്റൂല, കാരണം അവിടെ റിസപ്ഷൻ ഉണ്ട്. അവിടെ റിസപ്ഷൻ നോട്ട് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. ലിഫ്റ്റിൽ കയറണമെങ്കിൽ അവിടെ ആക്സസ് വേണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ലിഫ്റ്റിന് ആക്സസ് ഉണ്ട്, പക്ഷെ ആക്സസ് ആക്സസ് ഓപ്പൺ ആക്കി കാരണം ഞങ്ങൾക്ക് ലിഫ്റ്റ് ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ ആക്സസ് വേണം. ആരുടെ ഫ്ലോറിലേക്കാണോ അവർ ആക്സസ് ചെയ്താലേ. പക്ഷെ ഇത് ആക്സസ് ഓപ്പൺ ആക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഞാൻ EP വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സർപ്രൈസ് എന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞു. കാര്യം പറഞ്ഞിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്ട്രേഞ്ചറാണെങ്കിൽ ഈ ആ വാതിലിന് മാജിക്കായി ഉണ്ട്, അതിൽ കൂടി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് ജഗതി പറഞ്ഞിട്ട് ഡോറ് തുറന്ന് ഞങ്ങളത് കയറി ഇരുന്നു. പിന്നെ ജാവദേക്കർ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ടക്കടയെന്നാ. ജാവദേക്കർ ഭയങ്കര സ്പീഡ്. ജാവദേക്കർ മൊത്തം കേരളം പിടിക്കാൻ ഇറങ്ങിയൊക്കെയല്ലേ. ജാവദേക്കർ തുടങ്ങി. ജാവദേക്കർ iPad എടുത്തിട്ട് ഇങ്ങനെ സുധാകരൻ്റെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്, സുധാകരൻ ഈസ് ചീറ്റിംഗ്, ലൂസിങ് സുധാകരൻ, രമേശ് ചെന്നിത്തല ലൂസിങ്, മുരളി ലൂസിങ്, ശോഭ ത്രൂ കുഞ്ഞാലിക്കുട്ടി, നത്തിങ് ഈസ് ഹാപ്പൻഡ് ഇങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ജാവദേക്കർ പറഞ്ഞ് ആ സമയത്താണ് വൈദേഹത്തിനെതിരെ ED പെറ്റീഷൻ കിടപ്പുണ്ട്. അത് ജാവദേക്കർ എവിടെ നിന്ന് കോപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊരു മാർക്കിംഗ് ഒക്കെ കാണാം, ഫോട്ടോസ്റ്റാറ്റ് എടുത്തേക്കണത്. ജാവദേക്കർ എടുത്ത് സം പെറ്റീഷൻ ഒക്കെ സ്യൂ എന്ന് പറഞ്ഞപ്പോൾ EP ചൂടായി. EP അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞ ദാറ്റ് പെറ്റീഷൻ വാട്ട് എവർ യു പ്രൊസീഡ് ഐ എം നോട്ട് ബോധേഡ്. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു, ജാവദേക്കർജി ഈ കേസിൽ EDക്ക് കേസ് എടുക്കാൻ പറ്റൂല, കാരണം ഇൻകം ടാക്സ് വെരിഫിക്കേഷനേ നടത്തിയിട്ടുള്ളൂ. ലോക്കൽ പോലീസിന്റെ FIR ഇല്ല, CBI FIR ഇല്ല, പിന്നെ എങ്ങനെ ECR രജിസ്റ്റർ ചെയ്യുന്നു ചോദിച്ചാൽ. അതിനുശേഷം ഇൻകം ടാക്സ് അവരൊരു ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ED ECIR ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം 3.5 കോടി കൊണ്ടുവന്നു.
രമേശ് എന്ന് പറഞ്ഞ് ഇപ്പൊ പാലം വലിച്ചൊരു ഡയറക്ടർ ഉണ്ട്. അയാളും അയാളുടെ മകളും ഈ അഷ്റഫ് കൊണ്ടുവന്ന പണം അവരുടെ ഷെയറാക്കി. അത് 1 കോടി രൂപ സംബന്ധിച്ച് രമേശും ഫിദ രമേശും ഈ 3.5 കോടി രൂപ അദ്ദേഹം ക്യാഷ് കൊണ്ടുവന്നിട്ട് ഇവിടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് മാറ്റിയേക്കണം. അതാണ് അതിനകത്ത് ഇ ഡി ക്വസ്റ്റൻ ഉള്ളൂ. പിന്നെ അങ്ങനെ ഇ പി പിടിക്കാൻ ഞാൻ ഇ പി ന്യായീകരിക്കൊന്നുമല്ല. അയാൾ പറഞ്ഞത് ഞാൻ തട്ടിപ്പുകാരനാന്ന് വെച്ചാണ് കഴിഞ്ഞ ദിവസം ഇല്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ തട്ടിപ്പുകാരനാണ്. ഞാനൊരു തട്ടിപ്പും ചെയ്തിട്ടില്ല, മനസ്സിലായ. പക്ഷെ പുറത്താക്കൂലെന്ന് എനിക്കറിയാം. പുറത്താക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം ഈ ഡയലോഗിന് ശേഷം അദ്ദേഹം പാർട്ടി മീറ്റിങ്ങിലാണ് പോയത്. അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമായി കൃത്യമായും പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള മുഴുവൻ ഫോളോപ്പും ഞാനും ജാവദേക്കറും തമ്മിലായിരുന്നു. ജാവദേക്കർ ഏക ഡിമാൻഡ് എന്താണ്? ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിക്കണം, സുരേഷ് ഗോപിക്ക് എങ്ങനെ നേടണം, ഇത് ഞങ്ങളുടെ മിഷനാണ്. ഈ മിഷൻ എനിക്ക് ഡയറക്റ്റാണ് വന്നിരിക്കുന്നത്. ഈ മിഷന് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ അവിടെ CPI കാൻഡിഡേറ്റിനെ മാറ്റി മറ്റൊരു കാൻഡിഡേറ്റിനെ വയ്ക്കുക. എന്ത് ധാരണയ്ക്ക് നമ്മൾ തയ്യാറാണ്. SNC ലാവലിൻ കൺസീഡ് ചെയ്യാനും. അപ്പോൾ ഈ SNC ലാവലിൻ കൺസീഡ് ചെയ്യാന്ന് ജാവദേക്കർ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു തുണ്ട് പേപ്പർ എഴുതിയപ്പോൾ അതിനകത്ത് SP രാജു അഡീഷണൽ സോളിസിറ്റർ ജനറൽ മൊബൈൽ നമ്പറുണ്ട്. മൊബൈൽ നമ്പർ എനിക്കറിയാം. അപ്പോൾ ജാവദേക്കർ സ്റ്റഡി ചെയ്തിട്ടാണ് വന്നേക്കണം എല്ലാം. അതല്ല EP പെറ്റീഷൻ ED ഡയറക്ടർക്ക് കിട്ടി മാർക്ക് ചെയ്ത് സീലടിക്കൂല ഒരു ഓഫീസിൽ കിട്ടിയ ഡെസ്പാച്ച് നമ്പർ. അതാണ് ജാവദേക്കറുടെ കയ്യിലിരുന്നിരുന്നത്. ജാവദേക്കർ പ്ലാൻ ചെയ്ത് തന്നെ വന്നത്. എനിക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്യാനറിയില്ല. അന്ന് രാവിലെ ജാവദേക്കർ മന്നതിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തെത്തി. ജാവദേക്കർ കൊച്ചി ട്രിവാൻഡ്രം ഫ്ലൈറ്റിലാണ് വന്നത്. അന്ന് ജാവദേക്കർ CM കണ്ടിരുന്ന എയർപോർട്ടിൽ വെച്ച് എന്ന് വെച്ചാൽ സംസാരിച്ചെന്നല്ല, ജാവദേക്കർ ഇടിച്ചു കയറും. അന്ന് CM രാജ മിനിസ്റ്ററും ആ ഫ്ലൈറ്റിലുണ്ട്. CM അവിടെ ലോഞ്ച് ചെയ്ത് ജാവദേക്കർ കയറി അടി ചെയ്ത് കണ്ട് CM ഹൗ ആർ യു എന്ന് പറഞ്ഞ് സംസാരിച്ചു. സ്വാഭാവികമല്ലേ. ഞാൻ ശോഭയുടെ ഇന്ന് ആ പ്രോപ്പർട്ടി മേടിക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസന്ന മദ്രാസിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നെ അറിയാതെയാണ് ഈ പ്രോപ്പർട്ടി വിറ്റെന്ന്. എൻ്റെ ആഭരണങ്ങൾ ശോഭ പിടിച്ചു വാങ്ങി. ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക്, തട്ടിപ്പുകാരി. ഞാൻ അതിന് കേസ് കൊടുത്തോട്ടെ. ശോഭ പക്ക തട്ടിപ്പ്. അല്ലെങ്കിൽ എൻ്റെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു. എന്നെ കൊണ്ട് ഒരെണ്ണോലെ എടുപ്പിച്ചേക്കണം, പല മണി എടുപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ശോഭ ഡൽഹിക്ക് പോകാൻ വന്നപ്പോൾ വിസ്താര ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഉണ്ട്, ശോഭ ഇക്കോണമിയാണ്. ശോഭയ്ക്ക് ജാവദേക്കറെ ചെവി തിന്നാനോ ആരുടെ ചെവി തിന്നാൻ വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പൈസയില്ല. 12,000 രൂപ കൊടുത്താൽ സ്പോട്ട് അപ്ഗ്രേഡേഷൻ കിട്ടും. ശോഭ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയ സുഹൃത്തിൻ്റെ നിന്ന് കാശ് മേടിച്ചു. അയാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ കാശ് കൊടുക്കണ്ട്, ശോഭയ്ക്ക് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്നോട് പറയരുത്. അങ്ങനെ ശോഭ നമ്മുടെ സർവീസും സേവനവും ഒക്കെ അനുഭവിച്ചിട്ട് ഞാൻ ശോഭ പിണറായി കണ്ടത് നിങ്ങൾക്ക് വേണോ? അജി കൃഷ്ണൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ആദിവാസി ട്രസ്റ്റ് നടത്തുന്നുണ്ട് പാലക്കാട്. അജി കൃഷ്ണൻ കേട്ടിട്ടുണ്ടാ? അയാൾ അറസ്റ്റിലായി. എന്താ അയാളുടെ അജി കൃഷ്ണൻ. പാലക്കാട് ഒരു ട്രസ്റ്റ് ഉണ്ട്. ഈ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയതിന് ആദിവാസികളുടെ വീട് പണിത് കൊടുക്കലാണ് ആ ട്രസ്റ്റിന്റെ പണി. പാലക്കാട് അജി കൃഷ്ണൻ അന്വേഷിച്ചറിയാം. പാലക്കാട് ആ ട്രസ്റ്റിന്റെ അജി കൃഷ്ണൻ തടഞ്ഞില്ലെങ്കിൽ ശോഭ ഈ ഇലക്ഷന് പോയേനെ. അജി കൃഷ്ണനെ വിളിച്ചു നോക്കി. അജി കൃഷ്ണന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇരിപ്പുണ്ട്. ഞാൻ അജി കൃഷ്ണൻ അങ്ങനെ വരുത്താം. അജി കൃഷ്ണന്റെ വിവരം പറഞ്ഞു. ശോഭ 16 ശ്രമിച്ചു, നിവർത്തിയില്ലാണ്ട് 21 ശ്രമിച്ചു. കാരണം ശോഭയ്ക്ക് പിടികിട്ടി തൃശ്ശൂർ തൂത്തു വരും LDF എന്ന്. മനസ്സിലായോ? ശോഭാ സുരേന്ദ്രനും കെ സുധാകരനുമെതിരെ ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷം ഈ വിഷയം ആയുധമാക്കുകയാണ്. EP ജയരാജനെതിരെ ഒരു നടപടിയും CPM എടുക്കാത്തതിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുന്നത്. EP ജയരാജനെ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മൊത്തം കത്തുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. നടപടി എടുക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോയതുപോലെയാണ് EP AKG സെന്ററിൽ നിന്ന് മടങ്ങിയതെന്നും സുധാകരൻ വിമർശിച്ചു. ഞാൻ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPMന്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ലേ ഇന്നലെ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ? എന്തോ ഒരു മനസ്സമാധാനത്തിലാവും അയാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം കാത്തുകൊണ്ടി വരും. പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജന്റെ കൂടിക്കാഴ്ച പൊളിറ്റിക്കൽ ഡീലാണെന്ന് രമേശ് ചെന്നിത്തല. പിണറായി അറിഞ്ഞുകൊണ്ടുള്ള ഡീൽ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ജയരാജനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല. പിണറായി വിജയന് ജയരാജനെ ഭയമാണെന്നും ചെന്നിത്തല പറയുന്നു.
ഒരു നടപടി ഉണ്ടാവില്ല. പിണറായി വിജയൻ EP ജയരാജനെ ഭയമാണ്. ഒരു നടപടി ഉണ്ടാവില്ല. അദ്ദേഹം ഇന്നലെ എന്റെ വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേകവരെ പോലെയാണ് ഇന്നലെ EP ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോൾ വളരെ വിജയശ്രീലാളിതനായിട്ടാണ് അദ്ദേഹം പോകുന്നത് നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ ഒരു നടപടി ഉണ്ടാവില്ല. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണിത്. ഇതൊരു രാഷ്ട്രീയമായ ഡീലാണ്. അതിനകത്ത് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു ഡീലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡീൽ തുടങ്ങിയത് BJPയുമായി CPMന്റെ ഈ ഡീൽ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. തുടർഭരണമെന്ന് പറയുന്നത് BJPയുടെ സംഭാവനയാണ്. 4% BJPയുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് തുടർഭരണം ഉണ്ടായത്. അതുകൊണ്ട് EP ജയരാജന്റെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല. അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. EP വിവാദത്തിൽ ഒഴിഞ്ഞുമാറി PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് ഒരുപാട് നമ്മൾ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്യാൻ പോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്കത് തുടങ്ങാം. ഇപ്പം അധികം നമ്മളത് ഡിബേറ്റ് ചെയ്യണ്ടല്ലോ. ഇന്നലെ അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം നമ്മൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. തങ്ങളിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പോൾ അത് വേണ്ട. EP ജയരാജനൊപ്പമാണ് പാർട്ടി എന്ന പരസ്യ നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും ഈ വിഷയം ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം ആയുധമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയിൽ തന്നെ ചിലപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ EPക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യവും ശക്തമാകും എന്നാണ് സൂചന കിട്ടുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ ഈ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിയമ നടപടികളിലേക്ക് EP കടക്കുകയാണല്ലോ. അങ്ങനെ കടക്കുമ്പോൾ അതിൽ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടിക്ക് EP തയ്യാറാകും. പക്ഷേ ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കുവാൻ EP തയ്യാറാകുമോ? ഇന്ന് ദല്ലാൽ പറഞ്ഞത് എന്നെ അങ്ങനെ EP തള്ളിപ്പറയുകയൊന്നുമില്ല, ആ ബന്ധം അവസാനിക്കുകയില്ല എന്നാണ്. മഞ്ജുഷ, ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ, കെ സുധാകരൻ എന്നിവർക്കെതിരെ EP നിയമ നടപടി സ്വീകരിക്കും. ആദ്യഘട്ടമെന്ന നിലയിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇന്ന് തന്നെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ദല്ലാൽ നന്ദകുമാറിനും അതുപോലെ തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഈ വിവാദത്തിൽ EPക്കെതിരെ രംഗത്ത് വന്ന എല്ലാവർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്നാണ് EPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. നിയമ നടപടി എടുക്കാതെയും ദല്ലാൽ നന്ദകുമാറിനെ തള്ളിപ്പറയാതെയും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് EP ജയരാജന്. കാരണം അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കണം, നിയമ നടപടി സ്വീകരിക്കണം, അത്തരം കൂട്ടുകെട്ടിൽ അവസാനിപ്പിക്കുന്ന നിർദ്ദേശമാണ് EP ജയരാജൻ നൽകി. അതുകൊണ്ട് തന്നെ ദല്ലാൽ നന്ദകുമാറിനെ തള്ളിപ്പറയാതെയും നിയമ നടപടി എടുക്കാതെയും EPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും അതിൽ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അവിടെ EPക്കെതിരെ വിമർശനങ്ങളും ഉണ്ടായി. പക്ഷേ സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തുമ്പോൾ പൂർണ്ണമായും EP ജയരാജനെ സംരക്ഷിച്ചാണ് സംസാരിച്ചത്. ചില കുഴപ്പങ്ങൾ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് EP ജയരാജൻ BJPയിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ അതിന് ചർച്ച നടത്തിയോ എന്നോ CPM നേതാക്കൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് ഈ വിഷയം ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ്. കാരണം EP ജയരാജൻ്റെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. അവിടെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ചർച്ചയാകും. അവിടെ ഒരു പക്ഷേ ഒരു നടപടിയിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ CPI ഇക്കാര്യത്തിലൊരു നിലപാട് പറഞ്ഞല്ലോ. CPI ജാഗ്രത കാട്ടിയില്ല EP എന്നുള്ള നിലപാടിലാണ്. അപ്പോൾ ഈ ഘടകകക്ഷികളുടെ നിലപാട് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചർച്ച കൂടി ഉയർന്നു വരില്ലേ? തീർച്ചയായും ഇടതുമുന്നണി യോഗം ഇനി ചേരുക തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരിക്കും. അവിടെ ഈ ആവശ്യം, ഈ EPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന നിലപാട് ബിനോയ് വിശ്വം അവതരിപ്പിക്കും. ബിനോയ് വിശ്വം മാത്രമല്ല, ഇന്നലെ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയും EPക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ KB ഗണേഷ് കുമാറും സമാനമായൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ മുന്നണി യോഗം പരിഗണിക്കും. മുന്നണി കൺവീനറാണ്. മുന്നണി കൺവീനറെക്കെതിരെയാണ് ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുകയും അദ്ദേഹം BJP നേതാവിനെ കണ്ടു എന്ന് പരസ്യമായി വോട്ടെടുപ്പ് ദിവസം പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ചുകൂടി കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം മുന്നണി നേതൃത്വത്തിൽ നിന്ന്, CPMൽ നിന്ന് ഘടകകക്ഷികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ മുന്നണിയും ചർച്ച ചെയ്യും. ശരി അരുൺ, എന്തായാലും ഈ വിഷയം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് പവർ കട്ട് വേണമെന്ന് സർക്കാരിനോട് വീണ്ടും ആവശ്യമുന്നയിച്ചിരിക്കുകയാണ് KSEB. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ KSEB ഉന്നതതല യോഗം ചേരും. ഓവർലോഡ് കാരണം ഇതുവരെ 700-ലധികം ട്രാൻസ്ഫോർമറുകളാണ് തകരാറിലായത്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ. ഇന്നലെ 11.31 കോടി യൂണിറ്റായിരുന്നു വൈദ്യുതി ഉപഭോഗം. നിലവിൽ പവർ കട്ട് വേണമെന്ന ശുപാർശ കിട്ടിയിട്ടില്ലെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആവശ്യപ്പെട്ടില്ല. അവരൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മീറ്റിംഗ് വിളിച്ച് അതിൽ വെച്ചിട്ട് ഒരു തീരുമാനമുള്ളൂ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനമുണ്ടാകും. ഇന്നലെ 113.14 ലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. 5717 മെഗാവാട്ട് ഉപയോഗിച്ചു. അതിനുശേഷം 10 മണിക്ക് ശേഷം ഉണ്ടായ അനുഭവം 600 മെഗാവാട്ടിലെത്തും. നമ്മുടെ കപ്പാസിറ്റിക്ക് വെച്ച്, നമ്മുടെ ട്രാൻസ്ഫറിൻ്റെയും സബ്സ്റ്റേഷൻ്റെയും കപ്പാസിറ്റിക്ക് വെച്ച് കൂടുതൽ ഉപയോഗം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാത്ത രീതിയിലുള്ള ഉപയോഗം പോവുകയാണ്. 16 ഇരട്ടി വരെയൊക്കെയാണ് ഉപയോഗം. കുറച്ച് എല്ലാവരും ഒന്ന് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്കാകെ 20% ഉൽപ്പാദിക്കുന്നുള്ളൂ. ബാക്കി 80% പുറത്തുനിന്ന് മേടിക്കുകയാണ്. ആ പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് തരാൻ ഇന്നലെ ആവശ്യപ്പെട്ടു, അത് തന്നില്ല. അവർ തരാത്തൊരു പ്രശ്നം കൂടി ഉണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മളിപ്പിനി വെള്ള കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധിന്നപ്പുറം മേടിക്കാൻ പറ്റില്ല. അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇല്ല. ഇതാണ് പ്രശ്നം. ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട വരും. ഇന്നലെ കേന്ദ്ര ഗ്രിഡിൽ നിന്ന് പുസ്തക അധികം വില നൽകിയാൽ പോലും അധികം വില നൽകാൻ പറഞ്ഞിട്ട് പോലും തന്നിട്ടില്ല. കേരളം അധികം വില നൽകാം എന്ന് പറഞ്ഞിട്ട് പോലും അതല്ല, കേന്ദ്ര ഗ്രിഡിൽ നമ്മൾ കരാറില്ലാത്തതൊക്കെ അധിക വില നൽകാനല്ലോ പീക്ക് അവറിൽ മേടിക്കുമ്പോൾ. അത് അധിക നില അവർക്ക് അവർ തന്നിട്ടില്ല. നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ അങ്ങനെ ഒരു ട്രിപ്പ് ആവില്ലല്ലോ. ഇപ്പോൾ ഒരു വീട്ടിൽ 10 ലൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരു 2 ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് പ്രശ്നം തീർക്കാൻ സാധിക്കും. വൈദ്യുതി ഉപഭോഗം സാവകാല റെക്കോർഡിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതിനാലാണ് പവർ കട്ട് വേണം എന്നുള്ള ആവശ്യം KSEB ഉന്നയിക്കുന്നത്. മറ്റന്നാൾ KSEB യോഗവും ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ്. അരുൺ, ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അപ്രഖ്യാപിതമായി പലയിടങ്ങളിലും ലോഡ് ഷെഡിംഗ് വേണ്ടി വരുന്നുണ്ടല്ലോ. അത് ഈ ഓവർലോഡ് കാരണമാണ് എന്നുള്ള ഒരു വിശദീകരണമാണോ ഉള്ളത്? അതുപോലെ തന്നെ വ്യവസായശാലകൾക്കും മറ്റും പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരും എന്ന ഒരു നിലപാടിൽ KSEB ഉറച്ചു നിൽക്കുകയാണല്ലോ. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് നോക്കുമ്പോൾ? മഞ്ജുഷ, സംസ്ഥാനത്ത് ഓരോ ദിവസം ചൂട് കൂടുന്നു. ഉഷ്ണതരംഗം പലയിടങ്ങളിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കടുത്ത വേനൽ വലിയ പ്രതിസന്ധിയാണ് KSEBക്ക് ഉണ്ടാക്കുന്നത്. ഈ ചൂട് കൂടുന്നതനുസരിച്ച് വൈദ്യുത ഉപയോഗം കൂടുന്നു. അത് വ്യവസായശാലകളിൽ മാത്രമല്ല, വീടുകളിൽ പോലും അത്തരത്തിൽ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ പീക്ക് അവറിൽ വലിയ രീതിയിലുള്ള വർധനയാണ് ഉപയോഗത്തിലുണ്ടാകുന്നത്. ഇന്നലെ ഉപയോഗിച്ചത് 113.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. വോൾട്ടേജ് ക്ഷാമം പലയിടത്തുമുണ്ട്. പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. രാത്രിയൊക്കെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്കും KSEB ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ പ്രതിഷേധത്തിനുമൊക്കെ കാരണമായി മാറുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഇന്നലെ പുറത്തുനിന്നെത്തിച്ചത് 88.45 ദശലക്ഷം യൂണിറ്റാണ്. അത് വാങ്ങുന്നതിനും നിയന്ത്രണവും കിട്ടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് പവർ കട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന ഒരു നിലപാട് KSEB എടുക്കുന്നത്. അത് സർക്കാരിൻ്റെ അനുമതി വേണം. സംസ്ഥാനത്ത് കഴിഞ്ഞ 7-7.5 വർഷമായുള്ളൊരു ഖ്യാതി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ളതാണ്. വലിയ അഭിമാനത്തോടെ ഇടതുമുന്നണി നേതൃത്വം എടുത്തു കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. അതുകൊണ്ട് ലോഡ് ഷെഡിങ്ങിലേക്കും പവർ കട്ടിലേക്ക് പോകണമെങ്കിൽ മുന്നണിയുടെ അനുമതി വേണം, നയപരമായൊരു അനുമതി കൂടി വേണം. അതുകൊണ്ടാണ് മന്ത്രി അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ചൂട് ഇങ്ങനെ കൂടുകയും വൈദ്യുതി ഉപയോഗം ഇതേ രീതിയിൽ തുടരുകയും ചെയ്യുകയോ വർദ്ധിക്കുകയോ ചെയ്താൽ വേനൽ മഴ ഇനിയും വൈകിയാലും സംസ്ഥാനത്ത് ഈ ലോഡ് ഷെഡിംഗ് എന്നത് അല്ലെങ്കിൽ പവർ കട്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി മാറുമെന്ന ആശങ്കയാണ് പൊതുവിൽ ഉയരുന്നത്. മറ്റന്നാൾ KSEBയുടെ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അവിടെയും ഒരു ശുപാർശ സർക്കാരിന് സമർപ്പിക്കാനാകും അവർ തയ്യാറാവുക. തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. നയപരമായ തീരുമാനമെടുക്കേണ്ടത് ഇടതു മുന്നണിയുമാണ്. ശരി അരുൺ, എന്തായാലും പവർ കട്ട് വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ KSEB ഉന്നയിച്ചിരിക്കുന്നത്. ചൂട് കൂടുകയാണ് കേരളത്തിൽ. ഇന്നത്തെ മുന്നറിയിപ്പ് അനുസരിച്ച് പാലക്കാടിന് പുറമെ തൃശൂർ, കൊല്ലം ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 4 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് ജില്ലയിലെ താപനില. ഇന്ന് 41 ഡിഗ്രി സെൽഷ്യസാണ്. മറ്റന്നാൾ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കരുതെന്നാണ് ജില്ലാ കളക്ടർ
നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃശൂർ, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നുണ്ട്. പാലക്കാട് കിനാശ്ശേരിയിൽ നിന്ന് എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിവേഗം മരുഭൂവൽക്കരണത്തിലേക്ക് പാലക്കാട് നടന്നെടുക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം കൂടുതലായും ഈ പ്രദേശങ്ങൾ, കൃഷിപ്പാടങ്ങളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. മണ്ണു വേവുന്ന ചൂടാണ് ഇവിടെ. 41 ഡിഗ്രിക്ക് മുകളിൽ ആണിപ്പോൾ ഇവിടുത്തെ താപനില. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉഷ്ണതരംഗം ഉണ്ട്. കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ മാത്രം 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ തന്നെ നിർജ്ജലീകരണം മൂലം 2 ആൾ മരിച്ചിരിക്കുന്നു. അതുകൂടാതെ സൂര്യതാപമേറ്റ് 2 ആൾ മരിച്ചിരിക്കുന്നു. ഇങ്ങനെ മരണസംഖ്യയും ഉയരുന്നു. പാലക്കാട് അതിവേഗം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുഭൂവൽക്കരണത്തിന്റെ ഒരു സൂചനകൾ പാലക്കാട് നിന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നു. ഇവിടെ വെള്ളം ലഭിക്കാതെ കർഷകർ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. പാടങ്ങളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കാണാൻ കഴിയുന്നു. കനാലുകൾ പൂർണ്ണമായും വറ്റി വരണ്ടിരിക്കുന്നു. മലമ്പുഴയിൽ നിന്നും മറ്റും വെള്ളം എത്തുന്ന കനാലുകൾ കൃത്യമായി തന്നെ എത്തുന്നില്ല. മലമ്പുഴയിൽ നിന്ന് വെള്ളം ലഭിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ കർഷകർക്ക് കൃഷി ചെയ്യാനാവുക. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് കൃത്യമായി തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കേണ്ട വെള്ളം കേരളത്തിന് ലഭിക്കുന്നില്ല. അത് ലഭിക്കുകയാണെങ്കിൽ ചിറ്റൂർ മേഖലയിലെ ഒരു പകുതി ഭാഗമെങ്കിലും കർഷകർക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഒപ്പം തന്നെ രാത്രികളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാതെ പുറത്തു വന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു. എയർ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാലക്കാട് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശുദ്ധജലം കയ്യിൽ കരുതി മാത്രം പുറത്തു പോകേണ്ട അവസ്ഥ. എന്തായാലും അതുപോലെ തന്നെ ഈ സൂര്യാഘാതം ഏൽക്കുകയും ഒപ്പം തന്നെ കയ്യിൽ ചെറിയ തോതിലുള്ള ഈ ഫംഗസ് ബാധിച്ച പോലെ കയ്യിൽ ചൊറിച്ചിലുണ്ടാവുകയും അത് ചൂട് നമ്മൾ സാധാരണ ഈ അയൺ ബോക്സിൽ നിന്നൊക്കെ ചൂടേറ്റ പോലെയുള്ള പാടുകൾ ആളുകളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെ കർഷകർ ഉൾപ്പെടെ നമ്മളെ കാണിച്ചു തരുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പാലക്കാട്ടെ ജീവിതം അനുദിനം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉഷ്ണതരംഗം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നത് എങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം അനുഭവപ്പെടാറുണ്ട്. ഇത്തവണ അത് പതിവിലും കൂടുതലാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര, വിദർഭ, മറാത്ത്വാഡ, ബീഹാർ, ഝാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടുക എന്നാണ് ഇത്തവണത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ സാധാരണ 8-നും 10-നും ഇടയിലാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടാറുള്ളത് എങ്കിൽ ഇത്തവണ 10 മുതൽ 20 മാസം വരെ ഉഷ്ണതരംഗം ഉണ്ടാകാം. ചില ദിവസങ്ങളിൽ 20-ലധികം ഉഷ്ണതരംഗ ദിവസങ്ങൾ ഉണ്ടാകാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ മെയ് 1 വരെ കനത്ത ചൂട് അനുഭവപ്പെടും. ദക്ഷിണ മേഖലയിൽ അടുത്ത 5 വർഷത്തേക്ക് ചൂട് കൂടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നു. ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസത്തേക്കാണ് മുന്നറിയിപ്പ്. തെലങ്കാന, കർണാടക, സിക്കിമിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, ഡംപിംഗ് യാർഡ് എന്നിവിടങ്ങളിൽ അഗ്നിബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ സംസ്ഥാനങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തും. വനപ്രദേശങ്ങളിലും തീ പടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കണ്ണൂർ ചെറുകുന്നിൽ കാറും പാചകവാതക ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 5 പേരും കാർ യാത്രക്കാരാണ്. ചെറുകുന്ന് പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി 10:10 അപകടമുണ്ടായത്. കാസർഗോഡ് സ്വദേശികളായ ഒരേ കുടുംബത്തിലെ 4 പേർ ഉൾപ്പെടെ 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. കാലിച്ചാരടുക്കം ശാസ്താംപാറ സ്വദേശി പത്മകുമാർ, കരിവള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ, മകൾ അജിത, ഭർത്താവ് ചൂരിക്കാട്ട് കമ്മാടത്തെ സുധാകരൻ, അജിതയുടെ സഹോദരൻ്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മകനെ കോഴിക്കോടുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുവിട്ടതിന് ശേഷം തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റൊരു ലോറിയെ ഓവർടേക്ക് ചെയ്തതിനിടയിൽ എതിരെ വരികയായിരുന്ന ഗ്യാസ് ടാങ്കറിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. മണിക്കൂറുകളോളം സമയമെടുത്ത് കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. എന്തായാലും ഈ 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു.
മരണപ്പെട്ടു. ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടത്. ഏതായാലും വലിയ ദുരന്തമാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലുണ്ടായത്. എല്ലാം 5 പേരും കാസർഗോഡ് സ്വദേശികളാണ്. ഈ സുധാകരന്റെ പേരിലുള്ളതാണ് ഈ കാറ്. എന്തായാലും ഈ പ്രദേശത്ത് പതിവായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 5ഓളം ആൾക്കാരായിരുന്നു ആ കാറിലുണ്ടായത്. അതിദാരുണമായ അന്ത്യമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായത്. അവരെ എടുക്കാൻ തന്നെ നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു 9 വയസ്സോളം പ്രായമുള്ളൊരു കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 100ഓളം അപകടങ്ങൾ നടന്ന ഒരു റോഡാണിത്. റോഡിൽ സുരക്ഷാ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കൂടാതെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല കുഴികളും ഈ റോഡിൽ കാണാം. പുന്നശ്ശേരി പെട്രോൾ പമ്പിന് മുന്നാണ് സംഭവിച്ചത്. രാത്രി 10 മണിയോടെ അതിന് സംഭവം. 5 പേരുണ്ടായിരുന്നു. അത് 3 ആൾ അന്നേരം തന്നെ മരിച്ചിരുന്നു. 2 പേര് പോകുന്ന വീട്ടിലായിരുന്നു. 5 പേരുടെയും മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കെ വി ബൈജു, ന്യൂസ് 18, കണ്ണൂർ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടരെ ഉണ്ടാകുന്നതിൽ അധികൃതരോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. തുറമുഖ വകുപ്പ് സെക്രട്ടറി, ഫിഷറീസ് ഡയറക്ടർ, തീരദേശ പോലീസ് മേധാവി, തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്നിവരോടാണ് ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. 2006 മുതൽ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം 125 അപകടങ്ങളിലായി 73 മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത്. അശ്ലീല വീഡിയോ വിവാദത്തിൽ പ്രജ്വൽ രേവണ്ണയെ JDS സസ്പെൻഡ് ചെയ്തു. കർണാടകത്തിൽ ഏറെ വിവാദമുണ്ടാക്കിയ സംഭവമാണ്. ഇപ്പോഴും ഈ വിവാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. JDSന്റെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം. അതിനിടെ താനാണ് ദൃശ്യങ്ങൾ ചോർത്തിയതെന്ന് പ്രജ്വലിന്റെ മുൻ ഡ്രൈവർ കാർത്തിക് വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രജ്വൽ ഇപ്പോഴും ജർമ്മനിയിലാണ്. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് നൽകാൻ കർണാടക DGPയോട് നിർദ്ദേശവും നൽകി. ഇന്ന് ചേർന്ന JDS യോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു കാര്യം ഈ കേസ് അന്വേഷണത്തോട് സഹകരിക്കണം എന്നാണ്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നു. ഇത് തടയണമെന്നും കോൺഗ്രസിന്റെ പ്രചാരണമാണ് നടക്കുന്നതെന്നും JDS നേതാക്കൾ പറഞ്ഞു. SIT ತನಿಖೆಗೆ ಆದೇಶ ಸರ್ಕಾರದಿಂದ ಆಗಿದೆ. SIT ತನಿಖೆಯಲ್ಲಿ ಬರ್ತಕ್ಕಂಥ ವರದಿ ಏನು ಬರುತ್ತೆ ಅದರ ಮೇಲೆ ಸರ್ಕಾರದ ಕ್ರಮ ಏನಿದೆ ಅದರ ಮೇಲೆ ಅವರ ಎಷ್ಟು ವರ್ಷ ನಾವು സസ്പെൻഡ് ಮಾಡಿದ್ದೇವೆ ಅಂತಕ್ಕಂಥ ವಿಷಯ ಅದರ ಮೇಲೆ ನಿಂತಿದೆ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, കർണാടകത്തിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി നടക്കേണ്ടതുണ്ട്. ഈ സമയത്താണല്ലോ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ആരോപണം ഉയർന്നു വന്നു. ഇക്കാര്യത്തെ ഏത് രീതിയിലാണ് ഇപ്പോൾ JDS നേരിടാൻ ഉദ്ദേശിക്കുന്നത്? മഞ്ജുഷ്, വോട്ടെടുപ്പ് ഇനിയും നടക്കാനുണ്ട് കർണാടകത്തിൽ. കാരണം 2 ഘട്ടങ്ങളായാണ് കർണാടകത്തിൽ വോട്ടെടുപ്പ്. ഇതിൽ 14 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനി 3ാം ഘട്ടത്തിൽ 7-ാം തീയതി 14 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതും. അപ്പോൾ BJPയെയും ഒപ്പം തന്നെ JDSനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ഈ സംഭവം. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ അശ്ലീല വീഡിയോ വിവാദം. ഈ ഒരു സാഹചര്യത്തിലാണ് JDSന്റെ അടിയന്തര കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബ്ബള്ളിയിൽ ചേരുകയും പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും. അതായത് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ SITയുടെ അന്വേഷണം വരുന്നത് വരെയാണ് സസ്പെൻഷൻ എന്നാണ് ഇപ്പോൾ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് കുമാരസ്വാമി വ്യക്തമാക്കിയിരിക്കുന്നത്. SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. SIT അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി കൈക്കൊള്ളും, പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ആലോചിക്കും എന്നാണ് ഇപ്പോൾ കുമാരസ്വാമി ഏതായാലും വിശദീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് BJP അടക്കമുള്ള അവരുടെ സഖ്യകക്ഷിയിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബംഗളൂരുവിലടക്കം മഹിളാ കോൺഗ്രസിന്റെ അടക്കം നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രജ്വലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും പ്രജ്വൽ രേവണ്ണ ഈ കർണാടകത്തിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം ജർമ്മനിയിലേക്ക് കടന്നിരുന്നു. ഏതായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. പക്ഷേ പ്രജ്വൽ ഇപ്പോൾ എവിടെയാണെന്ന വിവരം ഏതായാലും ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ പരാതിക്കാരുടെ അടക്കം മൊഴികൾ ഇതിനോടകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് താനാണ് ഈ ഐഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർത്തിയത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മുൻ ഡ്രൈവറായ കാർത്തിക് കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. കാർത്തിക്കിന്റെ മൊഴിയും സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. ഒപ്പം ദേശീയ വനിതാ കമ്മീഷനും കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ശക്തമായ നടപടി വേണം. ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ DGPക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാകേഷ്, അതേ സമയത്ത് തന്നെ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കുന്നത് BJPക്ക് ഇത് അറിവുണ്ടായിരുന്ന കാര്യമാണ്, എന്നിട്ടും JDSന്റെ പിന്തുണ BJP തേടുകയായിരുന്നു എന്നാണല്ലോ. SD ദേവഗൌഡയുടെ ചെറുമകൻ കൂടിയായ പ്രജ്വലിനെതിരെ
ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ BJPയെ കൂടി ഇതിൽ പ്രതിക്കൂട്ടിലാക്കി നിർത്തുകയാണല്ലോ കോൺഗ്രസ് ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നേരിടുന്നതിൽ BJP എന്ത് മറുതന്ത്രമാണ് ഇപ്പോൾ കർണാടകത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും BJP കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം HD രേവണ്ണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൊസൈൻ നർസിപൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളിയായ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, അതായത് രേവണ്ണയ്ക്ക് സീറ്റ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പരാതി BJP നേതൃത്വം നൽകിയതാണ്. അപ്പോൾ ആ പരാതി ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് സീറ്റ് നൽകിയതെന്ന ആരോപണം ഏതായാലും കോൺഗ്രസ് ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് ഈ ആരോപണം, പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ആരോപണം. ഈ ഒരു സാഹചര്യത്തിലാണ് BJPയുടെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇത്തരമൊരു നടപടിയിലേക്ക്, തൽക്കാലം മുഖം രക്ഷിക്കുന്ന നടപടിയിലേക്ക് JDS കടന്നിട്ടുള്ളത്, സസ്പെൻഷനിലേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും SIT അന്വേഷണം സ്വാഗതം ചെയ്യുന്നു എന്നുകൂടി കുമാരസ്വാമി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരി രാകേഷ്, എന്തായാലും കർണാടകത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ സമയത്ത് ഏറ്റവും വിവാദമായിരിക്കുന്നത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയായ ഉള്ള ലൈംഗിക ആരോപണ കേസും അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളുമാണ്. ഇതിലിപ്പോൾ മുഖം രക്ഷിക്കുവാനുള്ള നടപടിയിലേക്ക് JDS കടന്നിരിക്കുകയാണ്. പ്രജ്വൽ രേവണ്ണയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അമിത്ഷാ ഉന്നയിച്ചത്. ഫേക്ക് വീഡിയോ ഉപയോഗിച്ച് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നുവെന്നാണ് അമിത്ഷായുടെ ആരോപണം. BJPയുടെ പ്രകടന പത്രിക വളച്ചൊടിക്കുകയാണ് കോൺഗ്രസ് എന്നും അമിത്ഷാ ആരോപിച്ചു. परंतु कांग्रेस पार्टी जो हम पर आरोप लगाना चाहती है, मैं छोटी सी बात पूछना चाहता हूं, वहां सरकार किसकी है? सरकार कांग्रेस पार्टी की है। फेक वीडियो आपके ध्यान में ही होंगे क्योंकि टाइम पर रिलीज किए गए हैं, और अब तक कार्यवाही कांग्रेस पार्टी ने क्यों नहीं की? कार्यवाही हमने नहीं करनी है। ये लॉ एंड ऑर्डर का इश्यू स्टेट का इश्यू है। प्रियंका जी हमसे सवाल पूछ रही है, मैं प्रियंका जी को कहना चाहता हूं, नरेंद्र मोदी जी और मुझसे सवाल पूछने की जगह आपके मुख्यमंत्री उप मुख्यमंत्री को सवाल करिए कि आपकी सरकार क्या कर रही है, क्यों जांच नहीं हो रही है। हम जांच के पक्ष में है और हमारे साथी दल JDS ने भी उन पर कदम उठाने की घोषणा की है। आज शायद उनकी कोर कमेटी की मीटिंग है और कदम उठाए भी जाएंगे। इस प्रकार की घटनाओं को सार्वजनिक जीवन में, समाज में या निजी तौर पर कहीं पर कोई स्थान नहीं होना चाहिए। कठोर से कठोर कदम उठाने चाहिए। ये भारतीय जनता पार्टी का स्टैंड अफर है और उसमें कोई कंफ्यूजन भारतीय जनता पार्टी में किसी स्तर पर नहीं है। हम महिला शक्ति के अपमान का, मातृशक्ति के अपमान का घोर निंदा करते हैं. കർണാടകത്തിൽ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായി ഉണ്ടായിരിക്കുന്ന ലൈംഗിക ആരോപണ കേസ് ഇതിനെ BJP നേരിടുവാൻ തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് JDSന് ഇന്ന് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടപടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം BJPക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. BJPക്ക് പ്രജ്വൽ രേവണ്ണയുടെ രഹസ്യങ്ങൾ അറിയാമായിരുന്നുവെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണം. ഇതിനാണ് അമിത്ഷാ മറുപടി നൽകിയത്. കെ സുധാകരന്റെ KPCC പ്രസിഡന്റായുള്ള തിരിച്ചുവരവിൽ തീരുമാനം ഉടനുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് കഴിയും വരെയാണ് MM ഹസന് ചുമതല നൽകിയത്. ഹസൻ അത് ഭംഗിയായി നിർവഹിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു. അല്ല, അത് 4-ാം തീയതി യോഗമുണ്ട്. 4-ാം തീയതി യോഗം കഴിഞ്ഞാൽ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഒരഭിപ്രായ വ്യത്യാസവുമില്ല. തെരഞ്ഞെടുപ്പ് വരെയാണ് ശ്രീ ഹസന് ചാർജ് കൊടുത്തത്. ഹസൻ തെരഞ്ഞെടുപ്പ് ഭംഗിയായി വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും ഒരു ടീമായി പ്രവർത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഭരണസമിതി അംഗമായ ചെയർമാനായ ഞാനും ഞങ്ങളെല്ലാവരും, എല്ലാ പാർട്ടി നേതാക്കളും ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് അതെ. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗ് യോഗം ചേർന്നു. 20 മണ്ഡലങ്ങളിലും UDFന് മുൻതൂക്കമെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. ഭൂരിപക്ഷത്തെപ്പറ്റി മാത്രമേ ഇനി ചർച്ച ചെയ്യേണ്ടതുള്ളൂവെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. വടകരയിൽ മുസ്ലിം ലീഗ് വർഗീയ പ്രചാരണം നടത്തിയിട്ടില്ലെന്നും സാമാന്യ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംശയം തീരും. മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും കുറേയൊക്കെ തീരും. ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലവും ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ബൂത്തുകളും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണലായിട്ട് LDFന്
ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവിടെ ബൂത്ത് പോകും. അതൊന്ന് പരിശോധിച്ചാൽ ഈ സംശയം തീരും. പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയസാധ്യത എവിടെയൊക്കെയാണ്. അതിൽ മലപ്പുറം പൊന്നാനില്ല. ലീഗിന്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടത്തൂല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ. പിന്നെ എങ്ങനെ നമ്മളെ നടത്തിയ ഞങ്ങളെ കഥ പോയില്ലേ. മറ്റു വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യ സമരം ബാബരി മസ്ജിദ് നടത്തിയതിനു ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി. അപ്പോൾ പലരും അവരെ പിന്തുണച്ചു. പക്ഷേ അപ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നവരല്ലേ. ഞങ്ങൾ ഒരിക്കലും വർഗീയ പ്രചരണം അത് സാമാന്യ ജനങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ ഇത് ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. ഞങ്ങൾ ഒരു പ്രവർത്തകരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഉറപ്പുള്ള വിശ്വാസമുണ്ട്. അണുബാധ കാരണം യുവതി മരിച്ചതിന് പിന്നാലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശിശുമരണവും. ആശുപത്രി അധികൃതർക്കെതിരെ അനാസ്ഥ ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. തീരദേശങ്ങളിലടക്കം ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി. പക്ഷേ വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. പരാതിയിന്മേൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുമ്പോഴും അവിടെ മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അനീഷ് എന്ന ചെറുപ്പക്കാരനും കുടുംബവുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യത്തെ കുട്ടിയായിരുന്നു. കുട്ടീനെ നമ്മൾ 7.5 മാസ സമയത്താണ് കുഞ്ഞ് പ്രസവിക്കുകയുണ്ടായത്. എന്നായിരുന്നു പ്രസവം? ഇന്നിപ്പോൾ 5-ാം ദിവസമായി പ്രസവിച്ചിട്ട്, 5 ദിവസമായി. ഈ പ്രസവ സമയത്ത് കുഞ്ഞ് കോംപ്ലിക്കേഷനാണ്. 7.5 മാസമായുള്ളൂ, വളർച്ചയില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് ചിലപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒപ്പിട്ട് സൈൻ ചെയ്തൊക്കെ വാങ്ങിച്ചിരുന്നു. അതായത് ഈ 7.5 മാസത്തിലെ പ്രസവം എന്നുള്ള രീതിയിലാണ് പറഞ്ഞല്ലേ, പ്രീമച്യൂർ ആണെന്നുള്ള ഇതിലല്ലേ പറഞ്ഞത്? അതെ 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 അതെ. പ്രസവശേഷം കുട്ടിക്ക് എങ്ങനെയായിരുന്നു സാഹചര്യം? എത്ര വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു? കുഞ്ഞിന് 2-100 വെയിറ്റ് ഉണ്ടായിരുന്നു. വെയിറ്റ് ഒന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിന് ശ്വാസ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വയറിനൊക്കെ പിന്നീടൊരു ഈ അണുബാധ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതോ പാല് കുടിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലാതെ ആ സമയത്ത് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങൾ അല്ലെ ഹൃദയ സംബന്ധമായ മറ്റു തകരാറുകളോ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ വളർച്ചക്കുറവുണ്ടല്ലോ, അതിന്റേതായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന് 7-ാം മാസത്തിൽ ജനിച്ചതുകൊണ്ടുള്ള തീർച്ചയായും 7-ാം മാസത്തിൽ ജനിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട്, അത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ഓക്സിജന്റെ ഇതോടുകൂടി മാറുമെന്നാ പറയുന്നത്. പിന്നെ ഒരു കുറച്ച് ദിവസത്തോടെ മാറും. അത് നമുക്ക് മരുന്നിലൂടെ കുഞ്ഞിനെ വളർച്ച ഉണ്ടാക്കിയെടുക്കാമെന്നും പറഞ്ഞാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 2-3 ദിവസത്തേക്ക് കുഞ്ഞ് വെന്റിലേറ്റർ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഇത് കുറച്ചുണ്ട്, ഓക്സിജന്റെ പവർ കുറച്ചുണ്ട്, കുഞ്ഞിന്റെ ശ്വാസം എടുക്കാൻ പറ്റുമെന്നവർ പറഞ്ഞു. എടുത്തെടുത്ത് ഇന്നലെ രാത്രിയോടെ അവർ പറഞ്ഞ് ഇത് മാറ്റാൻ നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുഞ്ഞിന് വയറ്റിൽ നിന്ന് പോകുന്നൊരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞിരുന്നു. വയറ് വീർത്തിരിക്കുന്നു, അത് ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് കുഞ്ഞ് വയറ്റിൽ നിന്ന് പോവുകയും ചെയ്തു. പോയപ്പോൾ ഒരു പച്ച കളറെന്ന് പറഞ്ഞു. നമുക്ക് മരുന്ന് കൊടുക്കാം, ആന്റിബയോട്ടിക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്സിജൻ സപ്പോർട്ടൊക്കെ മാറ്റിയായിരുന്നു അല്ലേ? അതെ, മാറ്റിയായിരുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ്. കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു മെയിൻ ഇഷ്യൂസ് ആയിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സന്തോഷിച്ചു. കുഞ്ഞ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, മാറ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നീട് ഒരു 1-2 മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചിട്ട് രക്തസ്രാവം ഉണ്ടായെന്ന് പറഞ്ഞു. കുഞ്ഞിന് ഛർദിലുണ്ടായി, ബ്ലഡ് ഹോട്ടായിക്കൊണ്ടിരിക്കുകയാണ്, എന്തും സംഭവിക്കാന്നൊക്കെ എന്റെയൊക്കെ പറഞ്ഞു. പിന്നീട് വീണ്ടും ഓക്സിജൻ വെച്ചു. അതായത് ഈ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്ന ട്യൂബ് ആശുപത്രിയിൽ അവൈലബിൾ അല്ലായിരുന്നു? അല്ല, ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കാസ്പോ അല്ലെങ്കിൽ പിന്നെ JSK പറഞ്ഞ സ്കീമൊക്കെ ഉണ്ട്, അമ്മയും കുഞ്ഞൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ പതിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫന്മാർ പറയുന്നത് ഇത് എന്തിനാ പതിക്കുന്നത്, ഇത് പതിക്കുന്ന പേര് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിലായി. വെള്ളയിൽ സ്വദേശി ധനേഷാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെയാണ് ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ വെട്ടിക്കൊന്നത്. ധനേഷിന്റെ അമ്മയോട് ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പേഴ്സണൽ എൻമിറ്റിയാണ് ഇതുവരെ നമുക്ക് മനസ്സിലായത്. അത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. വേറെ എന്തെങ്കിലും എങ്കിലും ഉണ്ടോ നമുക്ക് അന്വേഷിച്ച് മാത്രം പറയാൻ പറ്റൂ. കാർ കട്ട് ചെയ്ത് അതേ പ്രതി തന്നെയാണോ, മർഡർ പ്ലാൻ ചെയ്ത് തന്നെയാണോ നമുക്ക് ഇതുവരെ തോന്നുന്നത്. ബാക്കി നമുക്ക് എവിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റൂ.
കാർ കത്തിച്ച സമയത്ത് ഒരു പരാതി കൊടുത്തിരുന്നല്ലോ സ്റ്റേഷനിൽ. അതിലെ ബന്ധപ്പെട്ട കേസ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ കേസ് ഇവിടെ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതിൽ നമുക്ക് 2 ദിവസം മുമ്പാണോ അതിന് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ സംഭവമായി 2 സംഭവത്തിന് അടുത്തടുത്താണ്. അവിടെ CCTV ഇല്ലായിരുന്നു. അതാണ് നമുക്ക് നേരത്തെ തന്നെ കിട്ടിയായിരുന്നു ആളെ. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഈ ധനേഷ് എന്നയാൾ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം ഇങ്ങനെയാണോ പോലീസ് ഇപ്പോൾ പറയുന്നത്? തീർച്ചയായും ധനേഷിന് ഈ ശ്രീകാന്തിനോട് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ശ്രീകാന്തിന്റെ അമ്മയോട് അപമര്യാദ ഇയാൾ പെരുമാറുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ രോഷമാണ് ഇത്തരമൊരു കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചത്. ഈ കൊലപാതകത്തിന് 2 ദിവസം മുമ്പ് ഇയാൾ കാറിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതി കാർ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കാർ കത്തിച്ച ശേഷവും രോഷം തീർന്നില്ല. അതുകൊണ്ടാണ് ഞായറാഴ്ച പുലർച്ചെ ഇത്തരമൊരു കൊലപാതകം നടത്തിയത്. മദ്യപിച്ച് ഈ ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുകയായിരുന്നു ശ്രീകാന്ത്. ഈ സമയത്ത് അവിടെ എത്തിയ ധനേഷ് ഇയാളെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള പ്രേരണ എന്നതിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചു. നേരത്തെ ഒരു കൊലക്കേസിലടക്കം പ്രതിയായിരുന്നു ശ്രീകാന്ത്. അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഇതിന് പിന്നാലെയാണ് ഇയാളുടെ ധനേഷിന്റെ അമ്മയുമായി ഉണ്ടായ ഈ പ്രശ്നത്തെക്കുറിച്ച് പോലീസ് അറിയുകയും ഇതുമായി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം സ്ഥലത്തെ പോലീസ് പരിശോധിക്കുകയും ചെയ്തു. പിന്നീട് ഈ ശാസ്ത്രീയമായ തെളിവുകളടക്കം നിരത്തി നടത്തിയ ചോദ്യം ചെയ്യലാണ് ധനീഷ് കുറ്റം സമ്മതിച്ചത്. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ രാത്രി 11 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വൈകിട്ടോടെ നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. മഞ്ജുഷ്. ശരി അനീഷ്. നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ വന്നതോടെ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ 2 വർഷമായി പണം കിട്ടുന്നില്ല എന്നാണ് പരാതിയുള്ളത്. ഇടതുപക്ഷ ഭരണസമിതിക്കെതിരെ സർക്കാരും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് നിക്ഷേപകർ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ഒരു പൈസ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറേ നാളുകളായുള്ളത്. ഏതാണ്ട് 2 വർഷത്തിലധികമായി സമാനമായ സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാണിക്കുന്നത്. പലതവണ പലതരത്തിലുള്ള ചർച്ചകളും പരാതിയും ഒക്കെ നൽകിയെങ്കിലും കാര്യമായി ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് അവിടെ ബാങ്കിലെത്തി പണം ചോദിക്കുകയും പണം നൽകാതെ വരികയും ചെയ്തതോടെ നിലത്ത് കിടന്ന് നിക്ഷേപകർ പ്രതിഷേധിച്ചത്. ഇതിനെതിരെ സഹകരണ വകുപ്പിന്റെ റിസീവർ ഭരണം അടക്കം എത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും EDക്കടക്കം ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് നിക്ഷേപകർ. പക്ഷേ പോലീസ് FIR ഒന്നും നിലവിലില്ലാത്തതുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടക്കാൻ EDക്കും കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി നിക്ഷേപകർ ഇതിനകം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ. നേരത്തെ തൊട്ടടുത്തുള്ള പൂഞ്ഞാർ സഹകരണ ബാങ്കിലും വലിയ നിക്ഷേപ തട്ടിപ്പുണ്ടാകുകയും അവിടെ റിസീവർ ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ്. ഇവിടെയും ഈ CPM ഭരിക്കുന്നതാണ് കഴിഞ്ഞ 3 ടേമായി. പലർക്കും അനധികൃതമായ ലോൺ നൽകി ആ ലോൺ തിരിച്ചടവ് ഉണ്ടാകുന്നില്ല. അതാണ് ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതിരിക്കാൻ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് സഹകരണ മന്ത്രിയൊക്കെ ജില്ലയിൽ നിന്ന് ഉള്ള ആളെന്നുള്ള നിലയിൽ അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നതാണ് നിക്ഷേപകരുടെ ആവശ്യം. ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് ക്രൂരമർദ്ദനമേറ്റു. MRI സ്കാനിങ്ങിന് ഡേറ്റ് കൊടുക്കാത്തതിനാണ് ജീവനക്കാരിയായ ജയകുമാരിയെ ഇടിവള ഉപയോഗിച്ച് മുഖത്തിടിച്ചത്. അബോധാവസ്ഥയിലായ ജയകുമാരിയെ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പൂവാർ സ്വദേശിയായ അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് ഈ സംഭവം? ഇന്ന് രാവിലെ ഒരു 12 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI സ്കാനുകൾ ആവശ്യപ്പെട്ട് വെച്ചിയ കൂട്ടിരിപ്പുകാരനാണ് ഈ ഒരു അക്രമം നടത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് പൂവാർ സ്വദേശി അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. MRI സ്കാനിന് ഡേറ്റ് നൽകുന്നതിലുണ്ടായ തർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത്. ഇതിന് മർദ്ദനമേറ്റത് അവിടുത്തെ HDS ജീവനക്കാരിയായ ജയകുമാരിക്കാണ്. ഇയാളുടെ ഇടിവിള ഉപയോഗിച്ച് ഇവരുടെ മുഖത്തിടിച്ചെന്നാണ് ഇയാൾ മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും ജയകുമാരി ഇപ്പോൾ ചികിത്സയിലാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. ശരി അരുൺ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ സംഭവം.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അമേരിക്കയിലെ 4ാമത്തെ ഷോറൂം ഇലിനോയിസിലെ നേപ്പർവില്ലിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് വിർച്വൽ പ്ലാറ്റ്ഫോം വഴിയാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചിക്കാഗോയിലെ ഷോറൂം ഇന്ത്യൻ കോൺസൽ ജനറൽ സോംനാഥ് ഘോഷാണ് ഉദ്ഘാടനം ചെയ്തത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ മുഹമ്മദ്, പട്ടേൽ ബ്രദേഴ്സിലെ രാകേഷ് പട്ടേൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നോർത്ത് അമേരിക്ക ഓപ്പറേഷൻസ് പ്രസിഡന്റ് ജോസഫ് ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വടക്കേ അമേരിക്കയിലെ ഷോറൂമുകളുടെ എണ്ണം 5 ആയി. ആഗോളതലത്തിലെ ഷോറൂമുകളുടെ എണ്ണം 350 ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6660, പവന് 53,280. 18 ക്യാരറ്റ് ഗ്രാമിന് 5555, പവന് 44,440. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നം